ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ചെമ്പനീർ പൂവിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ സച്ചിനെയാണ്. അപ്പോൾ സച്ചി നേരെ മധുസൂദനൻ്റെ വീട്ടിലേക്ക് വരികയാണ്. പുറകെ ശ്രീയും പോകുന്നു കേട്ടോ. അപ്പോൾ വേഗം തന്നെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. എനിക്ക് ഇന്ന് ഒന്നും ഇറങ്ങില്ല, എനിക്ക് ഇത് കഴിക്കാൻ പറ്റില്ല. അപ്പോഴാണ് സച്ചിയുടെ വരവ്. ഡാ എന്ന് വിളിച്ചുകൊണ്ടാണ് വരുന്നത് കേട്ടോ. പിന്നെ പറയേണ്ട കാര്യമുണ്ടോ, വന്നപടി ഇയാളുടെ കാരണക്കുറ്റി നിർത്ത ഒരൊറ്റയടി അങ്ങ് വെച്ച് കൊടുത്തു. അപ്പോൾ ഇയാൾക്ക് ഒന്നും മനസ്സിലായില്ല. ഇതെന്താ സംഭവിച്ചതെന്ന്. അപ്പോൾ ശ്രീ ഓടിപ്പിടച്ച് ശ്രീ അകത്ത് വന്നു കേട്ടോ. മഹിമയുണ്ട്, മഹിമ അവിടെയുണ്ട്. നീ എൻ്റെ അനിയനെ ആളെ വിട്ട് തല്ലിക്കുമല്ലേ? ആര് തല്ലിച്ചെന്നു ചോദിച്ചു. അപ്പോൾ ഒരെണ്ണം കൂടെ അങ്ങ് കൊടുത്തു കേട്ടോ. സച്ചിട്ടാ എന്തി കാണിക്കുന്നത് എന്ന് ചോദിച്ച് വേഗം ശ്രീ പിടിച്ചു. നീ ആരെയാടാ തല്ലിയെന്നറിയോടോ തെമ്മാടി എന്ന് ചോദിച്ചോ. ഇയാളെ തല്ലിയതാ. എന്തേ നിങ്ങൾ കണ്ടില്ലേ? ഇല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. സച്ചേട്ടാ വേണ്ട, വീട്ടിൽ കയറി വന്ന് റൗഡിത്തരം കാണിക്കുന്നോ? ചേട്ടാ പോലീസിനെ വിളിക്കുക എന്ന് പറഞ്ഞു. വേഗം വിളിക്കുക. അവർ വന്നാലേ ആദ്യം കൊണ്ടുപോകുന്നത് ഇയാളെ ആയിരിക്കും. എൻ്റെ അനിയനെ ആളെ വിട്ട് തല്ലിച്ചു ഇയാളെ ആയിരിക്കും ആദ്യം പിടിച്ചോണ്ട് പോകുന്നത്. വലിയ ആളാണത്രേ. നാണുണ്ടോ നിങ്ങൾക്ക്? നാട്ടിലുണ്ടെങ്കിലേ നേർക്ക് നേരെ നിന്ന് അടിച്ചു നോക്കണോ. അയാൾ ആളെ വിട്ട് തല്ലിക്കാൻ വന്നിരിക്കുന്നു. അവിടെ കൂലിത്തല്ലുകാരൻ. ദേ എല്ലാവർക്കും നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. തൻ്റെ വീതം തരാനാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എവിടെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലുണ്ടല്ലോ വെള്ള പുതപ്പിച്ച് കിടത്തിയതിന് ഞാൻ എല്ലാത്തിനെയും കൂടെ വിടറ. സമൂഹത്തിൽ വലിയ നിലയും വിലയായിരുന്നല്ലോ, എന്നിട്ടാണോടോ ഇങ്ങനെ വൃത്തികേട് കാണിച്ചത്? അതെ, വൃത്തികേട് കാണിച്ചത് നിൻ്റെ അനിയനാ. അതുകൊണ്ടാണ് അദ്ദേഹം ആളെ വിട്ട് തള്ളിച്ചത്. ആളെ വിട്ട് തള്ളിക്കാൻ മാത്രം എന്താ ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ എന്നോടും എൻ്റെ അച്ഛനോടുള്ള ദേഷ്യം ഇവനോട് തീർത്തു. അതാ ഉണ്ടായത്. ഞങ്ങളുള്ള ദേഷ്യത്തിന് ഇവനെ തല്ലിയത് എന്തിനാ? നിന്നോടുള്ള ദേഷ്യത്തിനാണോ ആളെ വിട്ട് തല്ലിച്ചതെന്ന് നീ ഇവനോടൊന്ന് ചോദിച്ചു നോക്ക്. എന്തേ ചോദിച്ചു നോക്കുന്നില്ലേ? ഞങ്ങളോട് പ്രതികാരം ചെയ്യാൻ നിൻ്റെ അച്ഛനെ ഇളക്കി വിട്ടതാണോ അവനെ? ദേ എൻ്റെ അച്ഛനെക്കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ നിങ്ങളെ ഞാൻ വച്ചേക്കില്ല, ഞാൻ പറഞ്ഞേക്കാം. പിന്നെ ഇവൻ ഒരു തെറ്റ് ചെയ്യില്ല, എനിക്കറിയാം ഇവനെ. ഞങ്ങളുള്ള ദേഷ്യം തീർക്കാൻ തന്നെയാണ് ഇവനെ തല്ലിച്ചത്. ഒരു തെറ്റും ചെയ്യില്ല അത്ര. എന്തിനാണ് ഞങ്ങളുടെ മകളെ വളച്ചെടുക്കാൻ നോക്കുന്നത്? അവളെ കൊണ്ട് ഈ നാട് മുഴുവൻ കറങ്ങുന്നത്? ചോദിച്ചു നോക്ക് നീ. അപ്പം ശ്രീയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കിയിട്ടോ സച്ചി. നിങ്ങളുടെ മകളോ? എൻ്റെ അനിയൻ നിങ്ങളുടെ മകളെയും കൂടി നാട് ചുറ്റുന്നോ? തമാശ കൂടുതൽ പറയലേ എന്ന് പറഞ്ഞു. അതെ, തമാശയൊന്നുമല്ല, കാര്യം തന്നെയാണ് പറഞ്ഞത്. തല്ലാൻ വേണ്ടി നീ കാര്യം ഉണ്ടാക്കുവാണോ എന്ന് ചോദിച്ചു. എൻ്റെ അനിയൻ അങ്ങനെ ചെയ്യില്ല, അവൻ അത്രക്കാരനല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല ശ്രീ. ഇവനോട് തന്നെ നീ ചോദിക്കുക, ഞാൻ പറഞ്ഞത് കള്ളാണോ സത്യമാണോ എന്ന്. എന്നിട്ട് അവൻ പറയട്ടെ. ഡാ നീ അങ്ങനെ ഒരുത്തരല്ലാന്ന് എനിക്കറിയാം. ഇവർ നിന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഇവർ പറഞ്ഞത് സത്യമില്ലാന്ന് നീ പറയടാ എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോയി. എന്തേ ഇവനെന്താ ഒന്നും മിണ്ടാത്തത്? ഇവൻ്റെ നാവെന്താ ഇറങ്ങിപ്പോയോ? എന്തേ ഒരക്ഷരവും മിണ്ടുന്നില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ നിൽക്കുകയാണ്. ഇനി എന്ത് പറയും? കൈവിട്ടു പോയി എന്ന് മനസ്സിലായി. ഞാൻ പറഞ്ഞത് സത്യമായില്ലേ, അതുകൊണ്ടാണ് ഇവൻ വാ തുറക്കാത്തത്. മനസ്സിലായോ നിനക്ക്? അതിൻ്റെ പേരിൽ നീയ എന്ന് പറഞ്ഞു. അപ്പോൾ എത്ര നേരം ഉണ്ടായിരുന്നിട്ട് എൻ്റെ മകളെ കാണരുത്, സംസാരിക്കരുതെന്ന് പല തവണ വാണ്ടി കേട്ടും ഇവൻ പിന്മാറിയില്ല. അതാ ഞാൻ ആളെ വിട്ട് തല്ലിച്ചത്, ചുമ്മാതെ ഒന്നുമല്ല. നീ എൻ്റെ വീട്ടിൽ കയറി എന്നെ തല്ലിയല്ലേടാ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഇതിൻ്റെ മറുപടി ഞാൻ തന്നിരിക്കും. നീ എന്ത് തരാനാടാ? എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയത് പോരെ, ഇനിയും വേണോ നിനക്ക്? അയ്യോ സോറി എന്ന് പറഞ്ഞ ശ്രീകാന്ത് സച്ചിയും കൂട്ടി പുറത്തേക്ക്. നീ വിട്ടടാ എന്നെ എന്ന് പറഞ്ഞു. എന്താടാ അയാൾ പറഞ്ഞത്? അയാളുടെ മകളുമായിട്ട് നീ അടുപ്പത്തിലാണോ? അയ്യോ ഏട്ടാ, അത് പിന്നെ പറയാനല്ലേ പറഞ്ഞത് നിന്നോട്? അല്ല ഏട്ടാ, ജസ്റ്റ് ഞങ്ങൾ ഫ്രണ്ട്സാണ്. അയാളുടെ മകൾ നിൻ്റെ ഫ്രണ്ടോ? അയാൾ നമ്മുടെ അച്ഛനോട് കാണിച്ചതൊക്കെ നീ മറന്നു പോയോ? റിട്ടേർഡ് ഫംഗ്ഷന് വെച്ച് അപമാനിക്കപ്പെടുമ്പം അയാളുണ്ടായിരുന്നു. നോക്കി നിന്നു അയാൾ. പെൻഷൻ കാശ് പാസ്സാകാതെ തടഞ്ഞു വെച്ചു, അച്ഛനെ ഉപദ്രവിച്ചു. എന്നിട്ട് നീ ഇതൊക്കെ അറിഞ്ഞിട്ട് എന്തിനാ അത് അവളുമായിട്ട് ബന്ധം സ്ഥാപിച്ചത്? ഇദ്ദേഹത്തിൻ്റെ മകളായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പം അറിഞ്ഞാലോ, ഇനി അവളുമായിട്ട് ഒരു ബന്ധവും വേണ്ട. അവളെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തേക്കരുത്. മനസ്സിലായോ നിനക്ക്? പറയുന്നില്ല ഞാനൊന്നും. നീ അവളുമായിട്ട് പ്രണയത്തിലാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ശ്രീ ഒന്നും മിണ്ടിയിട്ടുണ്ടാകുന്നിട്ട് അത് പിന്നെ ഏട്ടാ ഞാൻ എന്ന് പറഞ്ഞു കേട്ടോ. ഇല്ല ഏട്ടാ, പെട്ടെന്ന് ഇല്ല എന്ന് പറയാൻ സ്ത്രീയെ കൊണ്ട് പറ്റുന്നില്ല. ദേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ അതങ്ങ് മറന്നേക്ക്. ഈ ഇടത്തിലെ ഈ കുട്ടി അത് ബന്ധം വേണ്ട, അവളെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യരുത് എന്ന് പറഞ്ഞു. അപ്പോൾ സച്ചി പോകാൻ തുടങ്ങിയപ്പോൾ സച്ചേട്ടാ പ്ലീസ് സച്ചേട്ടാ, വർഷ അവളുടെ അച്ഛനമ്മമാരെ പോലെ അല്ല, നല്ല കുട്ടിയാ ചേട്ടാ എന്ന് പറഞ്ഞു.
അതെ ഏട്ടാ, ഞാൻ പറഞ്ഞത് സത്യമാണ്. അപ്പോൾ സച്ചി വേഗം വന്നിട്ട് അതൊക്കെ ശരിയായിരിക്കും, എന്നാലും നിനക്ക് ഈ ബന്ധം വേണ്ട. ഇപ്പം തന്നെ നീ കണ്ടില്ലേ, നിന്നെ അടിക്കാൻ ആളെ വിട്ടു. അയാളെ ഭയന്നിട്ടൊന്നുമല്ല, അയാളുടെ മകളുമായിട്ട് ബന്ധം വേണ്ടാന്ന്. പക്ഷേ നമുക്കിത് സെറ്റാവില്ലടാ. അതുകൊണ്ടാണ് നമ്മുടെ അച്ഛൻ്റെ ശത്രുവാടാ അയാൾ. അത് നീ മനസ്സിലാക്കുക. അത്രമാത്രം ദ്രോഹിക്കുകയും അവമാനിക്കുകയും ചെയ്തിട്ടുണ്ട് അച്ഛനെ. അതുകൊണ്ട് അയാളുടെ മകളെ നീ വേണ്ടടാ, അത് ശരിയാവില്ല ഏട്ടാ. അവളെൻ്റെ നല്ലൊരു ഫ്രണ്ട് മാത്രമാണ്. എന്ത് ഫ്രണ്ടാ? അവളുമായിട്ട് നിനക്കിനി ഒരു ബന്ധം വേണ്ട. ഇനി അവളെ കാണരുത്, സംസാരിക്കരുത്. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി അവളെ കണ്ടു സംസാരിച്ചു എന്നറിഞ്ഞാൽ നിൻ്റെ കൈയും കാലും തല്ലി ഒഴിക്കുന്നത് അയാളായിരിക്കില്ല, ഞാനായിരിക്കും. മനസ്സിലായോ ഏട്ടാ എന്ന് വിളിച്ചു. അപ്പം സച്ചി വീണ്ടും തിരിഞ്ഞു നിന്നിട്ട്, ദേ അച്ഛൻ തൽക്കാലം ഇതൊന്നും അറിയണ്ട, നീ വേഗം വീട്ടിലേക്ക് പോകാൻ നോക്ക് എന്ന് പറഞ്ഞ് സച്ചി വണ്ടി എടുത്തു പോയി. ഇപ്പം ശ്രീക്ക് വിഷമായിട്ടോ ശരിക്കും, പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ കാണുന്നത് സുധീനെയാണ്. അപ്പോൾ സുധിയാണെങ്കിൽ ഓഫീസിലേക്ക് പോകാനെന്ന് പറഞ്ഞ വ്യാജേന ദേ റെഡിയായി നിൽക്കുകയാണ്. പകൽ മുഴുവൻ ചുറ്റിക്കറങ്ങി മടുത്തു. ഇന്നിനി എവിടെ പോയിരിക്കും? ആകെ ആശയക്കുഴപ്പത്തിലായി. അപ്പോൾ പോകാനായിട്ട് ഇങ്ങനെ കണ്ണടയൊക്കെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രുതി കുളിച്ചിട്ടിറങ്ങി വന്നു കല്യാണി. അപ്പോൾ കല്യാണി വന്നിട്ട് നേരെ വന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അതെ, എന്താ ഇന്നെന്താ ഓഫീസിൽ പോകണ്ടേ? പോകണം, ഞാൻ ഇറങ്ങാൻ നിൽക്കുക. ഇന്ന് പോകണോ എന്ന് ചോദിച്ചു. അപ്പോൾ വേഗം തിരിഞ്ഞിട്ട്, പോണ്ടേ, എന്നാൽ ഞാൻ ലീവ് പെട്ടെന്ന് വിളിച്ച് പറയട്ടെ എന്ന് ചോദിച്ചാൽ, അയ്യോ വേണ്ട വേണ്ട വേണ്ട, പോയില്ലെങ്കിലേ ഒരു ദിവസത്തെ സാലറി കട്ടാവും. അത് വേണ്ട. എന്തിനാ ഒരു ദിവസത്തെ സാലറി വെറുതെ കളയണത്? അതിൻ്റെ ആവശ്യമുണ്ടോ? അതെ, അല്ലെങ്കിൽ തന്നെ ഈ വീട്ടിൽ കഴിയാൻ പേടി തോന്നുക സുധി. ശരിക്കും ഇവിടെ ഒരു ജയിൽ പോലെയാ. സുധിയുടെ അനിയനാണെങ്കിൽ ഒരു റൗഡി, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അടിയാം. പിന്നെ രേവതിയുടെ അനിയനാണെങ്കിൽ ഒരു മോഷ്ടാവും. അതുമാത്രമല്ല, എന്നിട്ടും അവനെ ന്യായീകരിച്ച് സുധിയുടെ മേൽക്കിട്ട് കയറാൻ നോക്കുക സച്ചി. അതാ സുധിയെ ഇൻസൾട്ട് ചെയ്യുന്നതാ സച്ചിയുടെ ഹോബി. എനിക്കതിൽ നല്ല വിഷമമുണ്ട്. സാരമില്ല, അതൊക്കെ വിട്ട് കളയുന്നേ. ഞാൻ പറഞ്ഞില്ലേ, അവനൊരു കോംപ്ലക്സ് ഉള്ളവനാ. എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, അവനോ വിദ്യാഭ്യാസം ഇല്ല. അതെ, പിന്നെ സുധി എൻ്റെ മുടി ഒന്ന് തോർത്തിട്ടാ. അതെ, ശ്രുതി ഒരു പുലിക്കുട്ടിയല്ലേ എന്ന് ചോദിച്ചു. കല്യാണി, ശരിക്കും പറയട്ടെ, ശ്രുതി ഒരു സൈലൻ്റ് ആണെന്നാ. സത്യം പറഞ്ഞാൽ ചൂടാവാനൊന്നും അറിയില്ല എന്നാ. രേവതിയുടെ അനിയനെ നീ ശരിക്കും വിരട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഷർട്ടിൽ പിടിച്ച് അടിക്കാൻ നോക്കിയാൽ പിന്നെ ഞാൻ അവനെ വെറുതെ വിടുമെന്ന് കരുതിയോ? ഒരിക്കലുമില്ല. എന്നോട് അപ്പോൾ അത്രയ്ക്ക് ഇഷ്ടമാണോ ശ്രുതിക്ക് എന്ന് ചോദിച്ചോ. പിന്നല്ലാതെ. അതെന്ത് ചോദ്യമാണ് എന്ന് ചോദിച്ചോ. എന്താ സുധി അങ്ങനെ ചോദിച്ചു കളഞ്ഞത്? ഞാൻ എന്തായി പറയാം, എനിക്ക് അത്രയ്ക്കിഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവനേക്കാൾ സ്നേഹിക്കുന്നു. സുധിയെപ്പോലൊരു ബെസ്റ്റ് ഹസ്ബൻഡിനെ കിട്ടിയതിന് ഞാൻ ഭാഗ്യവതിയാണ്. എന്താണെന്നറിയോ സുധിക്ക് ഒരുപാട് ഡ്രീംസൊക്കെ ഉണ്ട്. പക്ഷേ എന്നിട്ടും ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം കാർ ഷോറൂമിൽ ഇപ്പോഴത്തെ ജോലിക്ക് പോകണു. അതുതന്നെ ഞാൻ എന്ത് പറഞ്ഞാലും എന്നെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതി സുധി അനുസരിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനൊരു ഹസ്ബൻഡിനെ എനിക്കല്ലാതെ മറ്റാർക്കുണ്ട്? ഒരിക്കലും കിട്ടുകയില്ല. അതൊക്കെ ശരിയാ. എന്നാലോ ശ്രുതി, ഈ ജോലി വലിയ കാര്യമൊന്നുമല്ല കേട്ടോ. ഇത് തൽക്കാലത്തേക്കുള്ളൊരു ജോലിയാണ്. ഇത് കഴിഞ്ഞ് നല്ലൊരു ജോലി കിട്ടിയാൽ ഞാൻ ഈ ജോലി അങ്ങോട്ട് വിടും കേട്ടോ. ശ്രുതി, തൽക്കാലം ഇത് വേണ്ട കേട്ടോ, വിടണ്ട. ശ്രുതി ഇപ്പോൾ തൽക്കാലം വേറെ ജോലിക്ക് വേണ്ടെന്നേ. ഇതിൽ തന്നെ ശ്രുതിക്ക് നല്ലൊരു ഭാവിയുണ്ട്. പിന്നെ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലുണ്ടല്ലോ, തട്ടിക്കൊണ്ട് പോകാനായിട്ട് സ്ഥാപനങ്ങൾ വരും. പിന്നെ ശ്രുതി പറയുന്നതായിരിക്കും ഉറപ്പായിട്ടും കിട്ടുക. ശ്രുതിക്ക് കിട്ടുന്ന സാലറി കൊണ്ട് ഇനിയിപ്പോൾ ചീട്ട് ചിലവ് ചെയ്യണം. അല്ലെങ്കിൽ ഇനി അവരുടെ മുന്നിൽ അപമാനിതനായിട്ട് നിൽക്കാൻ പറ്റില്ല. പിന്നെ എനിക്ക് കിട്ടുന്ന സാലറി കൊണ്ട് നമുക്ക് കടങ്ങളൊക്കെ തീർക്കുകയും ചെയ്യാം. എന്തേ? അല്ല, ഒന്നും പറഞ്ഞില്ല. ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെയാണ് എന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, അടുത്ത ദിവസങ്ങളിൽ ഒരു 3-4 ദിവസം ഓഫീസിന് ലീവ് എടുക്കണം കേട്ടോ. എന്തിന് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ അന്ന് ആൻഡമാനിൽ നിന്ന് നമുക്ക് ഹണിമൂൺ ട്രിപ്പ് പോകണമെന്ന്. ഞാൻ പറഞ്ഞ മാമിനോട് എല്ലാം പറഞ്ഞ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തിനാ അവരെ കൊണ്ട് ഇങ്ങനെ അനാവശ്യമായിട്ട് ചിലവ് ചെയ്യിക്കണത്? ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാ. പക്ഷേ നമ്മൾ പോകണമെന്ന് മാമിനാ നിർബന്ധം. പോയേ പറ്റുള്ളൂ. അതുകൊണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്താൽ മതി. ബാക്കി എല്ലാ ചിലവും അവരുടെ വകയാണ്. എന്താ വേഗിക്കണ്ട, ഫ്ലൈറ്റ് ടിക്കറ്റ് ഇന്ന് തന്നെ എടുത്തേക്ക്. ആരെടുക്കാൻ എന്ന് ചോദിച്ചു. ഞാനോ? പിന്നല്ലാണ്ട് ആരെടുക്കാനാ? സുധിയല്ലേ അന്ന് പറഞ്ഞത് ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ എടുത്തേക്കാം എന്ന്.
ശരിയാ, ഞാനന്ന് പറഞ്ഞിരുന്നു അല്ലേ, ഇപ്പം ബുക്ക് ചെയ്താലേ എന്താണേലും റേറ്റ് കുറവായിരിക്കും, ഉടനെ തന്നെ ബുക്ക് ചെയ്യുക, ഞാനാണെങ്കിൽ ഒരു ഏജൻസിയുടെ നമ്പർ തരാം എന്ന് ഉടനെ ഇവളിങ്ങനെ പറയുകയാണ്. അപ്പോൾ വേഗം തന്നെ, അല്ല എത്ര ദിവസം ലീവ് കിട്ടുമോ എന്നാ ഒരു സംശയം, ഇപ്പോഴല്ലേ സുധി പറഞ്ഞത് ഇന്ന് വേണമെങ്കിലും ലീവ് എടുക്കാമെന്ന്, എന്നിട്ടാണോ? അത് ഞാൻ പറഞ്ഞിരുന്നല്ലേ? ആ പറഞ്ഞിരുന്നു. അതെ, ഹണിമൂണിന് പോകാനാന്ന് പറഞ്ഞാലേ അവരെന്തായാലും ലീവ് തരും, തടസ്സം പറയില്ല. അപ്പോൾ എന്താണേലും ഞാൻ ലീവ് എടുക്കാം അല്ലേ? ശരി, പിന്നെ ഏജൻസി ഡീറ്റെയിൽസേ ഞാൻ ഫോണിലേക്ക് കേട്ടോ, മറക്കണ്ട. സുധി ഒന്ന് നിന്നെ, ഓഫീസിൽ പോകുന്നത് കുളിക്കാനാണോ? ടവലിങ്ങിതാ എന്ന് പറഞ്ഞു. നമ്മുടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള വെപ്രാളത്തിൽ ഞാനിത് മറന്നുപോയി എന്ന് പറഞ്ഞു ബാഗൊക്കെ എടുത്ത് പോവാണ്. അപ്പോൾ വേഗം തന്നെ അങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ട് പിന്നെയും പുറത്ത് നിന്ന് ഇങ്ങനെ ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. ഇനി എന്ത് ചെയ്യും? ഒരു രക്ഷയില്ല, എന്ത് പറയും? ഫ്ലൈറ്റ് ടിക്കറ്റ് 100 രൂപ പോലും എടുക്കാനില്ലാത്ത ആളാണ് സുധി, നീ അന്ന് അറിഞ്ഞാൽ അവൾ നിന്നെ ഡിവോഴ്സ് ചെയ്യും. ആകെ കുരുങ്ങിക്കിടക്കുവാണല്ലോടാ നീ, എന്ത് ചെയ്യും എന്ന് സ്വന്തം മനസാക്ഷിയോട് ഇങ്ങനെ ചോദിച്ച് നിൽക്കുകയാണ്. വീണ്ടും ശ്രുതി ഇറങ്ങി വന്നു. എന്താ പോയില്ലേ ഇതുവരെ? പിന്നെ എന്താ ഈ ആലോചിച്ച് നിൽക്കുന്നത്? അല്ല, ഞാൻ നമ്മുടെ ഹണിമൂൺ ട്രിപ്പിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നിന്ന് പോയതാ, ഞാൻ ഇറങ്ങാം, സമയമായി എന്ന് പറഞ്ഞു. വേഗം ഇറങ്ങിയിട്ടോ. ഈ ശ്രുതിയുടെ ഒരു കാര്യം. അപ്പം നേരെ ചെല്ലുന്നത് ഈ കാർ ഷോറൂമിലേക്കാണ്. കാർ ഷോറൂമിലേക്ക് ചെന്നു. അപ്പോഴത്തേനും അവിടുത്തെ മാനേജറും അതുപോലെ തന്നെ അവിടുത്തെ ജോലിക്കാരും ഒക്കെ കൂടെ. അപ്പോൾ ഇവൻ കയറി ചെല്ലുന്ന കണ്ടിട്ട് എന്താ ഇവിടെ എന്ന് ചോദിച്ചു. എന്തിനാ നീ ഇങ്ങോട്ടേക്ക് വന്നതാ? ഞാനേ MD സാറിനെ ഒന്ന് കാണാൻ വന്നതാ. മേലെ നിന്നെ ഇവിടെ കണ്ടുപോകരുതെന്ന് സാറ് പറഞ്ഞല്ലേ? അദ്ദേഹം അങ്ങനെ പലതും പറയും, അതൊക്കെ ഞാൻ അനുസരിക്കണമെന്നുണ്ടോ? ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടേ ഇവിടുന്ന് പോവും. അന്ന് നിങ്ങളുടെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയത് പോരായിരിക്കും അല്ലേ? ഇനിയും വേണോ? നീ ഇനിയും തല്ല് വാങ്ങാനാണോ വന്നത്? അതെ, വാങ്ങിക്കാൻ തന്നെയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് സാലറി വാങ്ങിക്കാൻ. ഞാൻ കുറച്ച് ദിവസം വർക്ക് ചെയ്തിരുന്നല്ലോ, ഞാൻ വർക്ക് ചെയ്ത ദിവസത്തെ സാലറി അതെനിക്ക് വേണം, അത് വാങ്ങിക്കാനാണ് ഞാൻ വന്നത്. 1 രൂപ പോലും നിനക്ക് തന്നേക്കരുതെന്നാ സാറ് പറഞ്ഞിരിക്കുന്നത്. എന്ന് ചോദിച്ചു. അത് തന്നെ, നീ കാരണം ഈ കമ്പനിക്ക് കോടികളുടെ നഷ്ടം ഉണ്ടായിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അപ്പോഴാണ് നീ സാലറി ചോദിച്ചു വന്നിരിക്കുന്നത്. അതെ, ഞാനിവിടെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് സാലറി വേണം, അത് കിട്ടിയേ പറ്റുള്ളൂ, അതെങ്ങനെ ശരിയാകും എന്നൊക്കെ ചോദിച്ച് സുധി നിന്ന് ചൂടാകുകയാണ്. അപ്പോഴത്തേനും അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നിനക്കിവിടെ സാലറി ഇല്ല, ഞാൻ 10-20 ദിവസം ജോലി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. 20 ദിവസം നീ ജോലി ചെയ്തിട്ടുണ്ടെന്നോ? നീ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറ, വന്നിട്ട് ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കും. ഏതെങ്കിലും കസ്റ്റമേഴ്സിനെ മര്യാദയ്ക്ക് ഡീൽ ചെയ്തിട്ടുണ്ടോ? ടെസ്റ്റ് ഡ്രൈവിനെന്ന് പറഞ്ഞ് പോയാലോ? അതും നടക്കില്ല. എന്തെങ്കിലും ഒരു കാറെങ്കിലും നീ സെയിൽ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നീ പറ എന്ന് പറഞ്ഞു. അതിപ്പോൾ എൻ്റെ കുഴപ്പമല്ലല്ലോ അവർ വാങ്ങാത്തത്. അന്ന് നീ മര്യാദയ്ക്ക് നിന്നിരുന്നെങ്കിൽ നിനക്ക് ഇന്ന് ഈ ജോലി നഷ്ടപ്പെടില്ലായിരുന്നോ? അദ്ദേഹം പറയുന്ന കേട്ടാൽ പോരായിരുന്നോ? പിന്നെ അയാൾ പറയുന്ന കേൾക്കുന്നു. ഞാനെന്ന് പറഞ്ഞാൽ അയാളുടെ കൂലിക്കാരനല്ലേ? അത് 20 ദിവസം ചെയ്തിട്ടുണ്ടല്ലോ, അതെനിക്ക് കൂലിയായിട്ട് കിട്ടിയേ പറ്റുള്ളൂ, 1 രൂപ പോലും തരില്ല. നിനക്കിവിടെ ജോലി എന്നതിൻ്റെ പേരിലെ സാറിന് ലക്ഷങ്ങളാണ് നഷ്ടം വന്നിരിക്കുന്നത്. ഞാൻ പോലീസിൽ കേസ് കൊടുക്കും എന്ന് പറഞ്ഞു. പറ്റില്ല, എനിക്ക് കിട്ടിയേ പറ്റൂ, ഞാൻ കണ്ടിട്ടേ പോവുള്ളൂ. സാറിന് ലക്ഷങ്ങളാണ് നഷ്ടം. പിന്നെ ഒരു കാര്യം, സാറിൻ്റെ സ്വഭാവം നിനക്ക് നന്നായി മനസ്സിലായിട്ടില്ലാന്ന് തോന്നുന്നു. സാറിനെ ആവശ്യത്തിന് ഗുണ്ടകളും ബാക്കിയുള്ളവരും ഒക്കെ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ചുമ്മാ ഇടി മേടിച്ച് കൂട്ടാൻ നിൽക്കണ്ട, നീ വച്ച് പിടിപ്പിച്ചോ, അതാ നിനക്ക് നല്ലതാ. നീ എന്നെ പേടിപ്പിക്കുകയാണോ? പോലീസിൽ കേസ് കൊടുക്കും. നീ കൊണ്ട് കേസ് കൊടുക്കുക. പക്ഷേങ്കിൽ ഈ കമ്പനിക്കുണ്ടായ നഷ്ടത്തിന് എങ്ങനെയാ സാറ് കേസ് കൊടുക്കുന്നതെന്ന് ആലോചിച്ചിരിക്കുക. അപ്പം പിന്നെ അകത്തോക്ക് പോകുന്ന ആരാണെന്ന് കാണാം. ഇങ്ങോട്ട് ഇറങ്ങടാ, മര്യാദയ്ക്ക് അവന് സാലറി ഇപ്പം കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഈ സുധിയെ പിടിച്ച് പുറത്തേക്ക് തള്ളുകയാണ്. സാലറിയും കിട്ടിയില്ല, പൈയിലാണെങ്കിൽ ഒരു നയാ പൈസ ഇല്ല. ഇനി എങ്ങനെ പോയി വിമാന ടിക്കറ്റ് എടുക്കും? എൻ്റെ ഈശ്വര, ഞാൻ എന്ത് ചെയ്യും? ആകെപ്പെട്ട് നിൽക്കുകയാണ്. പിന്നെ കാണുന്നത് വർഷേനെയാണ് കേട്ടോ. അപ്പോൾ വർഷ ശ്രീയുടെ ഫോണിലേക്ക് ദൂരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ശ്രീ ഫോൺ കട്ടാക്കി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആകെ ടെൻഷനായി കേട്ടോ. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.